ഇന്നലെയുടെ തലേന്ന് രാവിലെയാണ് ഒരു അസ്വാഭാവിക പനിമരണം കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായി എന്നുള്ളതും ആ മരണം സംഭവിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് പനി ബാധിച്ചവർ ആശുപത്രിയിലാണ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മകൻ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് എന്നുള്ള വിവരവും ലഭിച്ചത്. അപ്പോൾ ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായി സമഗ്ര റിപ്പോർട്ട് ശേഖരിക്കുന്നതിന് ഡയറക്ടർ ഹെൽത്ത് സർവീസസിന് നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണവും അതോടൊപ്പം ഫീൽഡ് തലത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഡേറ്റ എടുത്തു. ഈ വിവരശേഖരണത്തിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ അതിൻ്റെ പരിശോധനയുടെ വെളിച്ചത്തിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് BSL ലെവൽ 2 ലാബ് ഉണ്ട് സർ. 2021 സെപ്റ്റംബർ മാസം മുതലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് BSL ലെവൽ 2 ലാബ് നമ്മൾ ക്രമീകരിച്ചിരുന്നത്. അവിടെ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലും നിപ്പ ആണ് എന്നുള്ളത് ശക്തമായി തന്നെ നമ്മൾ സംശയിച്ചു എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ടാണ് സർ. കാരണം നിപ്പ സ്ഥിരീകരിക്കാൻ കഴിയുക പൂനെ NIVക്കാണ്. അതുകൊണ്ട് അവരാണത് ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നലെയുടെ തലേന്ന് രാത്രി തന്നെ നമ്മുടെ ലാബിൽ ഇതിൻ്റെ പരിശോധനകൾ നടത്തി. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സാമ്പിളുകൾ പൂനെക്ക് അയച്ചു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് 9 മണി അടുപ്പിച്ച് നമുക്ക് അവിടെ നിന്ന് റിസൾട്ട് കിട്ടി. അതായത് ഇന്നലെയുടെ തലേന്ന് മരിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിന് പോസിറ്റീവാണ്. അതുകൂടാതെ 2 വ്യക്തികൾ കൂടി, അത് ഈ വെന്റിലേറ്ററിലുള്ള ആദ്യം മരിച്ച വ്യക്തിയുടെ മകൻ, 9 വയസ്സുള്ള മകൻ വെന്റിലേറ്ററിലാണ്. അദ്ദേഹം, ആ കുഞ്ഞ് പോസിറ്റീവാണ്. അതുകൂടാതെ ആദ്യം മരിച്ച വ്യക്തിയുടെ ഭാര്യ സഹോദരനും പോസിറ്റീവാണ്. സർ, ഇന്നലെ ഈ നിപ്പ സസ്പെക്റ്റ് ചെയ്ത സമയം തന്നെ, ഇന്നലെയുടെ തലേന്ന് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നതതല യോഗം അടിയന്തരമായി ഇവിടെ ചേരുകയുണ്ടായി. എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും രാത്രി തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. യോഗത്തിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥർ, ഡയറക്ടേഴ്സ് ഉൾപ്പെടെ കോഴിക്കോടേക്ക് പോയി. ഞാനും അവിടേക്ക് പോയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ആരോഗ്യവകുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയുണ്ടായി. സർ, ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് ഒരു 2018 നമ്മളൊരു പ്രോട്ടോക്കോൾ ഇറക്കിയിരുന്നു. അത് പരിഷ്കരിച്ച് 2021 പുതിയ പ്രോട്ടോക്കോൾ ഇറക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 16 കോർ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട്, അത് സർവൈലൻസ് ഉണ്ട്, കോൺടാക്ട് ട്രേസിംഗ് ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൽ ഹൈ റിസ്ക് ലോ റിസ്ക് ഉള്ള കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇതുൾപ്പെടെയുള്ള കോർ ടീമുകൾ രൂപീകരിച്ചുകൊണ്ട് അടിയന്തരമായി നടത്തുന്നത് ആരൊക്കെയായി ഇവർക്ക് സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്, അത് പ്രൈമറി കോൺടാക്റ്റ് ആണോ, ഹൈ റിസ്ക് ആണോ, ലോ റിസ്ക് ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റൂട്ട് മാപ്പുകൾ, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആശുപത്രികളിൽ പോയിട്ടുണ്ട്, ഏത് സമയത്താണ്, ഏത് ഭാഗത്താണ്, കാഷ്വാലിറ്റിയിലായിരുന്നു, ICUയിലായിരുന്നു, എത്ര സമയം ഉണ്ടായിരുന്നു, ഇതൊക്കെയുള്ള ഉൾപ്പെടെയുള്ള റൂട്ട് മാപ്പുകൾ പ്രസിദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സ്വീകരിച്ചു. ഇന്ന് രാവിലെയോടുകൂടി അത് പ്രസിദ്ധീകരിക്കുകയാണ് സർ. അതുകൂടാതെ മറ്റ് മെഡിസിന് അനുബന്ധമായിട്ടുള്ള മറ്റ് സാമഗ്രികൾ ഒരുക്കൽ, ഐസൊലേഷൻ ഫെസിലിറ്റി ഏർപ്പാടാക്കൽ, അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേവാർഡ് സംവിധാനം 75 മുറികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് phase 1, phase 2, പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C എന്ന നിലയിലേക്ക് നമുക്ക് ഈ കോൺടാക്ട്സിനെ പ്രവേശിപ്പിക്കാൻ കഴിയും. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർ, നിപ്പ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. ആ മോണോക്ലോണൽ ആൻറ്റിബോഡി ലഭ്യമാക്കുന്നതിന് ഇന്നലെയുടെ തലേന്ന് രാത്രി തന്നെ ICMRുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ അത് വിമാനമാർഗം ഇവിടെ എത്തിക്കാമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോണോക്ലോണൽ ആൻറ്റിബോഡി ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ ഇന്നലെ മുതൽ തന്നെ കോൺടാക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ 2 എപ്പിക് സെൻ്ററുകളാണ്. ആ 2 എപ്പിക് സെൻ്ററിൻ്റെയും 5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും ഇന്നലെ അവിടെ വന്നിരുന്നു. അപ്പോൾ വകുപ്പുകളുടെയും കൂടി ഒരു യോഗം നടത്തിയിരുന്നു. എല്ലാ തലത്തിലും ഇനി ഇത് പ്രതിരോധിക്കുന്നതിന്, അതായത് ഇൻടെക്സ് കേസ് എന്നുള്ളത് ആദ്യം മരിച്ച 30-ാം തീയതി മരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ലിവർ സിറോസിസും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിക്ക് അത് സസ്പെക്റ്റ് ചെയ്യാൻ കഴിയാതെ പോയത്. മറ്റ് ഗുരുതര രോഗങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഈ ഒരു കാലയളവിൽ, ഇടയ്ക്കുള്ള കാലയളവിൽ കോൺടാക്ട്സ് ഉള്ള മുഴുവൻ പേരെയും കണ്ടെത്തുകയും ഐസൊലേറ്റ് ചെയ്യുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. NIV പൂനെയിൽ നിന്നുള്ള സംഘം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവിടെ മൊബൈൽ ലാബ് സെറ്റ് ചെയ്യുന്നതിന് എത്തുന്നുണ്ട്. അതുപോലെ ബാറ്റ് സർവേ, വവ്വാലുകളുടെ സർവേ നടത്തുന്നതിന് വേണ്ടി NIV പൂനെയിൽ നിന്നുള്ള ടീം എത്തുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് എപ്പിഡമോളജിസ്റ്റുകളുടെ ഒരു സർവേക്ക് വേണ്ടിയിട്ടുള്ള ടീമും ഇതിൻ്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. സാധ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് സർ.